ഗുഡ് ഈവനിങ് എല്ലാവർക്കും. സന്ധ്യാവന്ദനം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഈ സന്ധ്യയിലെ എല്ലാവരെയും നോമ്പ് പ്രാർത്ഥനയിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ കൂട്ടായ്മ ആരംഭിക്കാം. പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവെ, അനുഗ്രഹീതമായ ഈ സന്ധ്യയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നിന്റെ മക്കളായ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവെ ഈ നോമ്പ് നാളുകളുടെ ഭാഗമായുള്ള പ്രാർത്ഥനയിൽ പങ്കാളികളായി തീരുവാൻ അവിടുന്ന് സഹായിക്കുന്നതിനായി സ്തോത്രം. ഈ കഴിഞ്ഞ പകൽക്കാലം ദൈവമേ, ദേശത്തിന്റെ പല ഇടങ്ങളിൽ, പല സ്ഥലങ്ങളിൽ, പല സാഹചര്യങ്ങളിൽ ഞങ്ങൾ നേരിട്ട ജീവിത സന്ദർഭങ്ങളിലൊക്കെ അവിടുത്തെ സാന്നിധ്യവും കൃപകളും അടിയങ്ങളോട് കൂടെ ഇരുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് ഓൺലൈൻ വഴിയായിട്ട് പ്രാർത്ഥനയ്ക്കും കൂട്ടായ്മയ്ക്കുമായി കൂടി വരുവാൻ നീ സഹായിക്കുന്നല്ലോ. പ്രത്യേകിച്ച് ഈ നോമ്പ് നാളുകളൊക്കെ കർത്താവെ, നിന്റെ വചനവുമായി കൂടുതൽ അടുക്കുവാനും അങ്ങുമായി വിശ്വാസത്തിലൂടെ കൂടുതൽ അടുക്കുവാനും കർത്താവെ, ഞങ്ങളുടെ ജീവിതം കുറെ കൂടെ നീതിയുള്ളതായി, സത്യസന്ധമായി, ആത്മാർത്ഥതയുള്ളതായി തീരുവാനും അവിടുന്ന് സഹായിക്കണമേ. കർത്താവെ, ഇന്ന് പ്രാർത്ഥനയിൽ വന്ന് സംബന്ധിക്കുന്ന എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ അവിടുന്ന് നടത്തണമേ, പരിപാലിക്കണമേ. യാതൊരു സാങ്കേതികമായ തടസ്സങ്ങളും പ്രയാസങ്ങളും കൂടാതെ ഒരുമിച്ച് അങ്ങേ ആരാധിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് ഞങ്ങളെ ഒരുക്കണമേ. പ്രത്യേകിച്ച് കർത്താവെ, പാട്ടുകൾക്ക് നേതൃത്വം നൽകുന്നവരെയും വചനം വായിക്കുന്നവരെയും പ്രാർത്ഥിക്കുന്നവരെയും ഒക്കെ ഞങ്ങൾ ഓർക്കുന്നു. അവരോടൊപ്പം എല്ലാം അവിടുത്തെ ആത്മാവിന്റെ സാന്നിധ്യം ഉണ്ടാകണമേ. കർത്താവെ, ഞങ്ങൾ അനുഷ്ഠിക്കുന്ന കർത്താവെ ഈ കൂട്ടായ്മ, അത് ഞങ്ങളുടെ ആത്മീയമായ വളർച്ചയ്ക്ക്, വിശ്വാസ ജീവിതത്തിന്റെ ശക്തീകരണത്തിനൊക്കെ മുഖാന്തരമാണ്. ഞങ്ങളുടെ ഈ കൂട്ടായ്മയുടെ ആദ്യയോടെ അവസാനം അവിടുത്തെ സാന്നിധ്യത്താൽ നിറയ്ക്കണം. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടെ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അനു, സുജിത്ത് കയറിയിട്ടുണ്ടോ? ഇന്ന് നമ്മുടെ പാട്ടുകൾക്ക് നേതൃത്വം നൽകുന്നത് സുജിത്തും അനുവും ചേർന്നാണ്. അതിനുശേഷം 51-ാമത്തെ കവിത മിഥുൻ വായിക്കും. ഇപ്പോൾ നമുക്ക് പാട്ടുകൾ കേൾക്കാം. അനുവും സുജിത്തും ഫാമിലിയും ചേർന്ന് ഇപ്പോൾ പാട്ടുകൾ പാടും. ഞാൻ പാട്ടിന്റെ ഇത് ഷെയർ ചെയ്യണോ? ഷീറ്റ് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്തോ. ഓക്കെ, ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ. എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, ഇതിനകത്ത് ഷെയറിങ് ഡിസേബിൾഡ് ആണ്. ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഞാൻ ഓക്കെ, കുഴപ്പമില്ല. ഞങ്ങൾ ആദ്യമായിട്ട് പാടുന്ന പാട്ട് എൻ പേർക്കായി ജീവൻ മെടിഞ്ഞ എന്ന പാട്ടാണ്. എൻ പേർക്കായി ജീവൻ വെടിഞ്ഞ എൻ പ്രാണപ്രിയൻ ആകും യേശുവേ, നിൻ സ്നേഹത്തെ ഞാൻ ഓർത്തിടും തോറും എൻ മാനസം നന്ദിയാൽ പൊങ്ങുന്നേ. എൻ മാനസം നന്ദിയാൽ പൊങ്ങുന്നേ. എൻ പേർക്കായി ജീവൻ വെടിഞ്ഞ എൻ പ്രാണപ്രിയൻ ആകും യേശുവേ, എൻ വീണ്ടെടുപ്പിൻ വില കൊടുപ്പാൻ നീ മാത്രമല്ല തരുള്ളേശുവേ.
നിൻ കാരുണ്യത്തിൻ മഹാത്മ്യത്തെ ഞാൻ സദാകാലവും പുകഴ്ത്തിടുമേ, സദാകാലവും പുകഴ്ത്തിടുമേ. എൻ പേർക്കായി ജീവൻ വെടിഞ്ഞ എൻ പ്രാണപ്രിയൻ നാകും യേശുവേ, പിൻ ബലത്തെ തകർത്തതിനാൽ എൻ മരണം നീ നീക്കിയല്ലോ. നിൻ കാൽവരിയിൽ തിരുബലിയാൽ സിയോൻ മാർഗവും തുറന്നെനിക്കായി, സിയോൻ മാർഗവും തുറന്നെനിക്കായി. എൻ പേർക്കായി ജീവൻ വെടിഞ്ഞ എൻ പ്രാണപ്രിയൻ ആകും യേശുവേ, നിൻ സ്നേഹത്താൽ ഞാൻ ജ്വലിച്ചിടുവാൻ ശുദ്ധാത്മാവിനാൽ നിറച്ചവനെ അനുദിനവും ജയാജീവിതം നയിച്ചിടുവാൻ കൃപയരുൾക, നയിച്ചിടുവാൻ കൃപയരുൾക. എൻ പേർക്കായി ജീവൻ വെടിഞ്ഞ എൻ പ്രാണപ്രിയൻ ആകും യേശുവേ, നിൻ പേർക്കായി ജീവൻ തരുവാൻ അത്യാശയത്തിൽ ഏറും യേശുവേ. പ്രത്യാശയോടെ നിൻ പൊന്മുഖത്തെ വീക്ഷിച്ചിടണം എന്നാശയതേ, വീക്ഷിച്ചിടണം എന്നാശയതേ. എൻ പേർക്കായി ജീവൻ വെടിഞ്ഞ എൻ പ്രാണപ്രിയൻ ആകും യേശുവേ. അടുത്ത പാട്ട് സുജിത്ത്, ഒരു ഇച്ചിരി വോയിസ് കുറവുണ്ട് കേട്ടോ, ഒരു ഇച്ചിരി ഒന്നുകൂടെ അടുത്തിരുന്ന് പാടുവാണെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ ഓഡിയബിൾ ആയിരിക്കും. ആണോ? ഓക്കെ. ഹലോ സുജിത്ത്. ഹലോ, അച്ഛാ കേക്കാവോ? കേൾക്കാം. യെസ് യെസ്. ഓക്കെ. അൻപിൻ രൂപി യേശുനാഥ എന്ന പാട്ട്. അൻപിൻ രൂപി യേശുനാഥ, നിന്റെ ഇഷ്ടം എന്നെ ഇഷ്ടമാക്കാം. അൻപിൻ രൂപി യേശുനാഥ, നിന്റെ ഇഷ്ടം എന്നെ ഇഷ്ടമാക്കാം. കുരിശിൽ തൂങ്ങി മരിച്ചവനെ എന്നെ തേടി വന്നവനെ, അൻപിൻ രൂപി യേശുനാഥ,
നിന്നിഷ്ടം എന്നിഷ്ടമാക്കാം. മൃത്യുവിന്റെ താഴ്വരയിൽ ഞാൻ തെല്ലും ഭയപ്പെടില്ല. പാതാളത്തെ ജയിച്ചവനെ നിന്നിൽ നിത്യം ആശ്രയിക്കും. അൻപിൻ യേശുനാഥ, നിന്നിഷ്ടം എന്നിഷ്ടമാക്കാം. എന്തോ ഞാൻ നിനക്കു നൽകും എൻ ദൈവമേ. കിടന്നു എന്നെ തേടി യേശുനാഥ, നിന്നിഷ്ടം എന്നിഷ്ടമാക്കാം. ജീവനോ നാമതോ ഏതായാലും സമ്മതം താൻ. കുശവൻ കൈയിൽ കളിമണ്ണു പോൽ ഗുരുവേ എന്നെ നൽകിടുന്നേ. യേശുനാഥ, നിന്നിഷ്ടം എന്നിഷ്ടമാക്കാം. രോഗം നാശം നിന്ന ദുഷേ വന്നാലും വാഴും യേശു പാദത്തിൽ ഞാൻ മുത്തം ചെയ്യും അവന്റെ പാദം. യേശുനാഥ, നിന്നിഷ്ടം എന്നിഷ്ടമാക്കാം. താങ്ക് യു സുജിത്, അനു ആൻഡ് ഫാമിലി. ഇപ്പോൾ സബിത സങ്കീർത്തനം വായിക്കും. Psalm 51. സങ്കീർത്തനം 51. Psalm 51. ദൈവമേ, നിന്റെ ദയതക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എന്റെ ലംഘനങ്ങളെ മായിച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ. എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിലിരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അരിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും ഇരിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിനു തന്നെ. ഇതാ, ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിക്കണമേ. ഞാൻ നിർമ്മലനാകേണ്ടതിന് സ്വഭാവം കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാകണമേ. നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. എന്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിന്റെ മുഖം മറയ്ക്കണമേ. എന്റെ അകൃത്യങ്ങളെ ഒക്കെ മായിച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ചു, സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുതാക്കണമേ. നിന്റെ സന്നിധിയിൽ നിന്നും എന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും വരുതേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. അപ്പോൾ ഞാൻ അതിരക്കുമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും. പാപികൾ നിങ്ങളിലേക്കും മനം തിരിയും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തപാതകത്തിൽ നിന്നും എന്നെ വിടുവിക്കണമേ. എന്നാൽ എന്റെ നാവ് നിന്റെ നീതിയെ ഘോഷിക്കും. കർത്താവേ, എന്റെ ആദരങ്ങളെ തുറക്കണമേ. എന്നാൽ എന്റെ വായ് നിനക്ക് സ്തുതിയെ വർണ്ണിക്കും. ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സും തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല.
നിന്റെ പ്രസാദപ്രകാരം സിയോനോട് നന്മ ചെയ്യണമേ. യെരൂശലേമിന്റെ മതിലുകളെ പണിയണമേ. അപ്പോൾ നീതിയാഗങ്ങളും ഹോമയാഗങ്ങളും സർവാംഗ ഹോമങ്ങളിലും പ്രസാദിക്കും. അപ്പോൾ നിന്റെ യാഗപീഠത്തിന്മേൽ കാളകളെ അർപ്പിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദിയെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് അല്പസമയം നമ്മെ തന്നെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഈ കഴിഞ്ഞ ഒരു പകൽക്കാലം കർത്താവിൻ്റെ കൃപയിൽ നമ്മളെ ഓരോരുത്തരെയും നമ്മളായിരുന്ന സ്ഥലങ്ങളിൽ സാഹചര്യങ്ങളിൽ നമ്മളെ പരിപാലിച്ച് നമ്മളെ വഴി നടത്തിയ ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ, നമ്മുടെ ഭവനങ്ങളിൽ, നമ്മൾ സഞ്ചരിച്ച ഇടങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധങ്ങളായ ആവശ്യങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഇരുന്നതിനായി നമുക്ക് ദൈവത്തിൻ്റെ മനഃപൂർവ്വമായി സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് ഒരു നോമ്പ് കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ കുറവുകളെയും കുറ്റങ്ങളെയും ഒക്കെ ഓർക്കുവാനും നമ്മുടെ ജീവിതത്തിലെ ബലഹീനതകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുവാനും അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന തെറ്റായ ചിന്തകൾ അതിനെയൊക്കെ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വാസത്തോടുകൂടെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിപ്പാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലെ അകന്നുപോയ ബന്ധങ്ങളെ, തകർന്നുപോയ ബന്ധങ്ങളെ വിശ്വാസത്തിൽ ശക്തിപ്പെടുത്തുവാനും ദൈവത്തിന്റെ വചനപ്രകാരം നമ്മുടെ ജീവിതങ്ങളെ കൂടുതൽ മെച്ചമായി ക്രമീകരിപ്പാനും കർത്താവ് നമ്മെ നാളുകളിൽ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മൾ ഈ നാളുകളിൽ വചനം കേൾക്കുമ്പോൾ യേശു കർത്താവ് തൻ്റെ ജീവിതത്തിൽ നേരിട്ട പ്രലോഭനങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളും ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മൾ നേരിടുന്ന പ്രലോഭനങ്ങൾ അതിനെയൊക്കെ വചനത്തിലൂടെ അതിജീവിപ്പാൻ ദൈവവുമായിട്ടുള്ള നമ്മുടെ ആഴമായ ബന്ധത്തിലൂടെ അതിൻ്റെ മേലൊക്കെ വിജയം നേടുവാൻ കർത്താവ് നമ്മെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. സഭയുടെ വിവിധങ്ങളായ ശുശ്രൂഷകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ആരാധനകൾ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ കൂട്ടായ്മകൾ ഇതെല്ലാം ദൈവത്തിന്റെ കൃപയാൽ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ നന്മയ്ക്കും പ്രയോജനത്തിനുമൊക്കെ ആകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ വിവിധ ശുശ്രൂഷകൾക്കൊക്കെ നേതൃത്വം നൽകുന്ന സംഘടനകളൊക്കെ നമുക്ക് ഓർക്കാം. സംഘടനകൾക്ക് നേതൃത്വം നൽകുന്നവരൊക്കെ സമർപ്പണത്തോടുകൂടെ ദൈവബോധ്യത്തോടുകൂടെ തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളൊക്കെ നിർവഹിപ്പാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കും. സൺഡേ സ്കൂളിന് വേണ്ടി, യുവജന പ്രസ്ഥാനത്തിന് വേണ്ടി, വിമൻസ് ഫെലോഷിപ്പിന് വേണ്ടി, ഗായക സംഘത്തിന് വേണ്ടി, യങ് കപ്പിൾസ് ഫെലോഷിപ്പിന് വേണ്ടി, ലേറ്റി ഫെലോഷിപ്പിന് വേണ്ടി, നമ്മുടെ പാരിഷ് പാസ്റ്ററേറ്റ് കമ്മിറ്റിക്ക് വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. പല സ്ഥലങ്ങളിലായിട്ടൊക്കെ നമ്മൾ പാർക്കുന്നുണ്ടോ? നമ്മളെ ദൈവമാക്കിയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. സ്വന്തമായിട്ട് ഭവനമില്ലാത്തവരുടെ അവർക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കാം. ദൈവം സ്വന്തമായി വീട് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഭവനങ്ങളൊക്കെ ദൈവം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം ഉപജീവന മാർഗങ്ങളെ നൽകി അവരുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. രോഗാവസ്ഥയിലായിരിക്കുന്ന, ശാരീരികമായ ക്ഷീണാവസ്ഥയിലായിരിക്കുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. പ്രായത്തിന്റെ ക്ഷീണമുള്ളവരുണ്ട്, മറ്റ് പലവിധമായ ശാരീരിക ബുദ്ധിമുട്ടുകളുള്ളവരുണ്ട്, ദീർഘനാളുകളായി ചികിത്സയിലായിരിക്കുന്നവരുണ്ട്,
ക്യാൻസറിൻ്റെ പ്രയാസത്താൽ ഭാരപ്പെടുന്നവരെ ഓർക്കാം. അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന നമ്മുടെ എല്ലാ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവർക്കും സൗഖ്യം നൽകണമേ, ദൈവം എല്ലാവരെയും ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രായമായ നമ്മുടെ സീനിയർ മെമ്പേഴ്സിനെ എല്ലാം നമുക്ക് ഓർക്കാം. കഴിഞ്ഞ നാളുകളിലൊക്കെ അവരുടെ നേതൃത്വം നമ്മുടെ സഭയ്ക്ക് അനുഗ്രഹമായിരുന്നു. ഇപ്പോഴും അവരുടെ അറിവും അവരുടെ നിർദ്ദേശങ്ങളും അവരുടെ നേതൃത്വവും ഒക്കെ നമുക്ക് അനുഗ്രഹമാണ്, നന്മയാണ്. അവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങളിലൊക്കെ ദൈവം കൂടെയിരിക്കണമേ. അവർക്ക് വേണ്ട ആരോഗ്യവും ബലവും നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. വിവിധ ക്ലാസ്സുകളിൽ പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഓർക്കാം. കർത്താവ് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നിയന്ത്രിക്കേണ്ടതിനായി നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ദൈവമുള്ള കുഞ്ഞുങ്ങളായി, വിശ്വാസമുള്ള കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് പരസ്പര സഹകരണത്തോടെ, സ്നേഹത്തോടെ, കരുതലോടെ, അന്യോന്യം തിരിച്ചറിഞ്ഞ് അവർ വളരുവാൻ കർത്താവ് ഒരുക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഹയർ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. പഠനവുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കണമേ, അവരുടെ പഠനങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. വിവാഹപ്രായമെത്തിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം അവരുടെ മുൻപോട്ടുള്ള ജീവിതങ്ങളിൽ താങ്ങായി തണലായി കൂടെയിരിക്കണമേ. അവരുടെ ആവശ്യങ്ങളിൽ ദൈവം നടത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ യങ് കപ്പിൾസിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. പല ജോലിയിടങ്ങളിലായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. ദൈവം അവരുടെ ജോലികളെയും ജോലിയിടങ്ങളെയും ഒക്കെ അനുഗ്രഹിക്കണമേ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ മറ്റുള്ളവരെ കരുതുന്നവരും മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്യുന്നവരുമൊക്കെ ആയി എല്ലായ്പ്പോഴും ജീവിപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് നോമ്പ് നാളുകളൊക്കെ ദൈവം നൽകിയിരിക്കുന്ന നന്മകൾ ഒരു പങ്ക് മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ സഹായിപ്പാൻ ദൈവം അവരെയൊക്കെ ഒരുക്കുന്നു. അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് അവരുടെ ജോലി സ്ഥലങ്ങളിലുള്ള അവരുടെ ക്രൈസിസുകളുണ്ട്, സ്ട്രെസ് ഉണ്ട്. അതിനെയൊക്കെ നന്നായി വിശ്വാസത്തോടെ നേരിടുവാൻ ദൈവം അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. കുടുംബ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് കുടുംബ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ നേരിടുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തങ്ങളുടെ ജീവിതം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പങ്കുവെച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് സ്നേഹിച്ച് കരുതി അന്യോന്യം കീഴ്പ്പെട്ട് മുൻപോട്ട് നീങ്ങുവാൻ കർത്താവ് എല്ലാ കുടുംബങ്ങളെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. മറ്റുള്ളവരെ മനസ്സിലാക്കുവാനും മറ്റുള്ളവരുടെ തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിപ്പാനും ഒക്കെ നമ്മുടെ പ്രിയപ്പെട്ടവരെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ പുലർത്തുന്ന യങ് കപ്പിൾസ് ഉണ്ട്. പലപ്പോഴും ജോലി കാര്യങ്ങളും മറ്റ് സ്ട്രെസ്സുകൾ ഒക്കെ വരുമ്പോൾ വേണ്ട രീതിയിൽ ശ്രദ്ധിപ്പാൻ നമുക്ക് കഴിയുന്നില്ല. ഈ നാളുകളിലൊക്കെ കൂടുതൽ ശ്രദ്ധയോടുകൂടെ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ പരിപാലിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സെപ്പറേറ്റഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങളൊക്കെ അവര് നേരിടുമ്പോഴും സമൂഹം എന്ത് ചിന്തിക്കും എന്നൊക്കെ അവര് സങ്കടപ്പെടുമ്പോഴും ധൈര്യത്തോടെ പ്രത്യാശയോടുകൂടെ സന്തോഷത്തോടെ മുൻപോട്ട് നീങ്ങുവാൻ കർത്താവ് അവരെ ഒരുക്കണമേ. അവരുടെ മുറിവുകൾ, അവരുടെ വൂൺസ് എല്ലാം പ്രത്യാശയാലും വിശ്വാസത്താലും പൊറുക്കപ്പെട്ട് മുൻപോട്ട് നീങ്ങുവാൻ കർത്താവ് അവരെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഏത് അസാധ്യത്തിന്റെ മധ്യത്തിലും എത്ര വൈകിയും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ്, തലമുറകളെ നൽകുന്ന ദൈവമാണ്. അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം.
നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഈ സമയം ഏൽപ്പിക്കാം. നമ്മളെ അലട്ടുന്ന, നമ്മളെ സങ്കടപ്പെടുത്തുന്ന, നമ്മളെ പ്രയാസപ്പെടുത്തുന്ന, നമ്മുടെ വിഷമങ്ങൾ അതെല്ലാം ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ സമർപ്പിക്കാം. ദൈവം നമ്മെ നടത്തും, നമ്മെ പരിപാലിക്കും. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ പല സ്ഥലങ്ങളിലുണ്ട്. ഹസ്ബൻഡ്സ് വിദേശങ്ങളിലുള്ളവര്, കുഞ്ഞുങ്ങള് വിദേശങ്ങളിലുള്ളവര്, കുടുംബങ്ങളായി അങ്ങനെ പല സ്ഥലങ്ങളിലായി നമ്മളുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട്. അവരെ എല്ലാം നമുക്ക് ഓർക്കാം. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നാളുകളൊക്കെ നമ്മുടെ ബന്ധങ്ങളൊക്കെ കുറെ കൂടെ ഒന്ന് ശക്തിപ്പെടുവാൻ, ഉറപ്പിക്കപ്പെടുവാൻ ഇടയാകേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ CSI സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സഭയുടെ ആത്മീയമായ അനുഗ്രഹത്തിന് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. രാജ്യത്തിന്റെ ഭരണകൂടത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഭരണകൂടത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പലസ്തീനു വേണ്ടി പ്രാർത്ഥിക്കാം. യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിക്കുന്ന വലിയ ജനം, ഇസ്രായേൽ പലസ്തീൻ കോൺഫ്ലിക്റ്റുകളൊക്കെ വളരെ വേഗം നിൽക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യുദ്ധം ഒന്നിനും പരിഹാരമല്ല. സമാധാനമുണ്ടാകുവാനായിട്ട് നമുക്ക് പ്രത്യേകം ഈ നാളുകളിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ ഇന്നത്തെ കൂടിവരവിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ കേൾക്കുവാൻ പോകുന്ന വചനം, കേട്ടുകൊണ്ടിരിക്കുന്ന പഠനം, അതിന്റെ തുടർച്ച നമ്മുടെ ജീവിതത്തിന് അത് അനുഗ്രഹവും നന്മയുമാകുവാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കും. ഒരു നിമിഷം എല്ലാ വിഷയങ്ങളെയും നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. വിഷയങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഷേർലി ആൻറ്റി നമ്മളെ പ്രാർത്ഥനയിൽ നയിക്കും. ഷേർലി ആൻറ്റി ഉണ്ടോ? ഹലോ അച്ഛാ, കേൾക്കാമോ? കേൾക്കാം ആൻറ്റി, കേൾക്കാം. കാരുണ്യവാനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ ദിവസത്തിന്റെ ഈ സന്ധ്യാസമയത്ത് കർത്താവേ, അങ്ങയുടെ മക്കളായ ഞങ്ങൾക്ക് കർത്താവെ സഭയായിട്ട് ഒന്നിച്ച് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഒന്നിച്ചു കൂടി കർത്താവെ അങ്ങയെ സ്തുതിപ്പാനും കർത്താവെ അങ്ങയുടെ വചനം കേൾപ്പാനും കർത്താവെ പ്രാർത്ഥിക്കുവാനും തന്ന കൃപയ്ക്കായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഈ പകലിൽ വരാമാനാപത്തിൽ നിന്നെല്ലാം രക്ഷിച്ച് കർത്താവെ ഇത്രത്തോളം നടത്തിയതിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, പകൽ കണ്ട എത്രയോ പേർ സദ്യ കാണാതെ മരണം വഴിയായി തിരുസനിലേക്ക് വന്നിരിക്കുന്നെങ്കിലും കർത്താവെ ഞങ്ങളെ ഇത്രത്തോളം നടത്തിയ കൃപയ്ക്കായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഓരോ ദിവസവും കർത്താവെ ഞങ്ങളെ ഏറ്റവും ബലപ്പെടുത്തി നടത്തുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ദൈവമേ ഞങ്ങൾ ഒന്നിച്ച് കർത്താവെ, ഞങ്ങൾ സഭയായിട്ട് ഒന്നിച്ച് കർത്താവെ ഞങ്ങളുടെ ആവശ്യങ്ങൾ അങ്ങയുടെ മുൻപിൽ സമർപ്പിക്കുന്നപ്പ, ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവമാകയാൽ നന്ദിയോട് സ്തോത്രം. കർത്താവെ ഞങ്ങൾ ചോദിക്കുന്നതിലും അത്യന്തപരമായ നന്മകളാൽ നിറയ്ക്കുന്ന ദൈവമാകയാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഓരോരുത്തരെയും കർത്താവെ സഭയായിട്ട് കുടുംബമായിട്ട് കർത്താവെ അങ്ങയുടെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, ഓരോരുത്തരുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവമാകയാൽ സ്തോത്രം. ഞങ്ങളുടെ ആവശ്യങ്ങൾ കർത്താവ് അറിയണമേ. ഈ നോയമ്പ് കാലങ്ങളിൽ കർത്താവെ ഞങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നല്ലതും പൂർണ്ണമായ ദൈവഹിതം തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ ജീവിതം കർത്താവെ മറ്റുള്ളവർക്ക് ഉപകാരമുള്ളതായിട്ട്, മറ്റുള്ളവരെ കർത്താവെ അങ്ങയിലേക്ക് ആകർഷിക്കത്തക്ക പോലുള്ളതാകുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എപ്പോഴും ഞങ്ങളോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവമായ കർത്താവെ ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങൾ കർത്താവെ, ഞങ്ങളുടെ ദിവസം പ്രതിയുള്ള എല്ലാ ആവശ്യങ്ങളും കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവമായ കർത്താവെ, അങ്ങയുടെ വചനം ഞങ്ങളുടെ കാലിന് ദീപവും ഞങ്ങളുടെ പാതയ്ക്കും പ്രകാശമായിട്ട് കർത്താവെ ഞങ്ങൾ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവമേ ഞങ്ങൾ സഭയായിട്ട് കർത്താവെ ഞങ്ങൾ ഒന്നിച്ചു കൂടിയിരിക്കുന്നല്ലോ കർത്താവെ, ഞങ്ങളുടെ സഭയുടെ ആവശ്യങ്ങളെല്ലാം അങ്ങ് അറിയാൽ നന്ദിയോട് സ്തോത്രം. ഞങ്ങളുടെ സഭയിലെ ഓരോ സംഘടനകൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരുടെ ചുമതലകളെ ഉത്തരവാദിത്തങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ.
വിമൻസ് ഫെലോഷിപ്പ്, കൊയർ, യൂത്ത് ലീഗ്, യങ് കപ്പിൾസ്, അങ്ങനെ എല്ലാ സംഘടനകളെയും കർത്താവെ അങ്ങയുടെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, ഓരോരുത്തരുടെയും പ്രവർത്തന മേഖലയിൽ കർത്താവ് കൂടെയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വിശ്വസ്തയോട് കർത്താവെ, ഏറ്റെടുത്തിരിക്കുന്ന ജോലി ഉത്തരവാദിത്തത്തോട് ചെയ്യുവാനുള്ള കൃപ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അതുപോലെ കർത്താവെ ഞങ്ങളുടെ സഭയിൽ പ്രായാധിക്യത്തിലിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവമായ കർത്താവെ, ഓരോരുത്തരെയും പേരായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് റേച്ചൽ ആന്റി, ഓമന ആന്റി, സാലി ആന്റി ഓർത്ത് പ്രാർത്ഥിക്കുവാണപ്പാ. കർത്താവെ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ട്, ആരോഗ്യത്തിന്റെ ബുദ്ധിമുട്ട് പലതും ഉണ്ടല്ലോ കർത്താവെ. അവിടെ എല്ലാം കർത്താവെ, ദൈവം നൽകിയ കൃപകളെ ഓർത്ത് കർത്താവെ അങ്ങയെ സ്തുതിച്ച് ഓരോ ദിവസവും കർത്താവെ അങ്ങയുടെ നാമത്തെ വാഴ്ത്തി മഹത്വപ്പെടുത്തി ജീവിപ്പാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൊടുത്തിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, നന്മകളെ ഓർത്ത് അങ്ങയെ സ്തുതിക്കുന്ന കർത്താവെ, അതുപോലെ കർത്താവെ, ഞങ്ങളുടെ സഭയിൽ പലവിധമായ ആവശ്യങ്ങൾ ഇരിക്കുന്നവരുണ്ട് കർത്താവെ. ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അങ്ങയുടെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, ദൈവമായ കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവെ അങ്ങയുടെ കൃപയിൽ വളർന്നു വരുവാൻ കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ യുവക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരെ ഓരോരുത്തരും കർത്താവെ കർത്താവെ നിങ്ങളിലേക്ക് നോക്കി, സൃഷ്ടാവിലേക്ക് നോക്കി ഓരോ ദിവസവും കർത്താവെ അവർ ജീവിപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവർ നടക്കേണ്ടുന്ന പാതകൾ കൂടെ നടക്കുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തെറ്റായ വഴികളിലൊന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പോകുവാനൊക്കെ സമ്മതിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവമായ കർത്താവെ, അവരുടെ ചിന്തകളിലും വിചാരങ്ങളിലും കർത്താവ് അവരോട് കൂടെ ഇരിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് കുഞ്ഞുങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവമേ, ഞങ്ങളുടെ സഭയിൽ പലവിധമായ ആവശ്യങ്ങളുള്ളവരുണ്ട് കർത്താവെ. ജോലിക്കായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്, പഠിക്കുന്നവരുണ്ട് കർത്താവെ. പരീക്ഷ എഴുതുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, പരീക്ഷ കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് നല്ല റിസൾട്ട് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഒരുങ്ങുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങുന്നവർ കർത്താവെ എല്ലാവിധമായ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവമേ, ഓരോരുത്തരുടെ ആവശ്യങ്ങൾ കർത്താവെ, വിവാഹപ്രായത്തിലെത്തിയ കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ ഞങ്ങളുടെ സഭയിൽ കർത്താവെ, ഓരോരുത്തരെയും കർത്താവെ അങ്ങയുടെ പാദപീഠത്തെങ്കിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, തക്കതായ ഇണയെ കൊടുത്ത് കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവമേ, അങ്ങാണല്ലോ കർത്താവെ ഞങ്ങളെ നിയന്ത്രിക്കുന്ന, ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം അറിയുന്ന ദൈവം അങ്ങാകയാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവമാകയാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങളുടെ ഈ നോയമ്പ് കാലത്ത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ, ഞങ്ങളുടെ ജീവിതം കർത്താവെ അങ്ങയ്ക്ക് മഹത്വമുള്ളതായി തീരുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സുവിശേഷ വേലകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ മിഷൻ ഫീൽഡുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവിടെ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, സഭയായിട്ട് കർത്താവെ, ഞങ്ങളുടെ സഭ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കർത്താവ് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവമേ, ഞങ്ങൾ കർത്താവെ മറ്റുള്ളവരെ നോക്കാതെ കർത്താവെ നല്ലത് പ്രവർത്തിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അതുപോലെ കർത്താവെ പലവിധമായ ആവശ്യങ്ങൾ ഞങ്ങളുടെ സഭയ്ക്കിട്ട് കർത്താവെ, ഞങ്ങളുടെ സഭയിലെ ഓരോ ആവശ്യങ്ങളും കർത്താവ് കൂടെ ഇരിക്കും. സാമ്പത്തികമായ പ്രയാസങ്ങളിലും ആവശ്യങ്ങളിലും ഒക്കെ കർത്താവ് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവമേ, രോഗത്തിലിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ക്യാൻസറിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട് കർത്താവെ, അത് വേറെ പലവിധമായ അസുഖങ്ങളുള്ളവരുണ്ട് കർത്താവെ, കിഡ്നിയുടെ പ്രോബ്ലങ്ങൾ, അങ്ങനെ പലവിധമായ പ്രശ്നങ്ങളുള്ളവരുണ്ട് കർത്താവെ. എല്ലാവരെയും അങ്ങയുടെ പാദപീഠത്തെങ്കിലും ഏൽപ്പിക്കുന്ന കർത്താവെ, സൗഖ്യത്തെ കൊടുക്കുന്നവന് അങ്ങാവുകയാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ദൈവമേ, ഓരോ അസുഖങ്ങൾ വരുമ്പോഴും കർത്താവെ തളർന്നു പോകാതെ കർത്താവെ അങ്ങയിൽ കൂടുതൽ പ്രത്യാശയിൽ കർത്താവെ ജീവിക്കാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അസുഖങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ ഞങ്ങളുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവമേ, ഞങ്ങൾ ഒരിക്കലും പുറകോട്ട് പോകാൻ സമ്മതിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവമേ, അതുപോലെ ഓരോ കാര്യങ്ങളിലും കർത്താവെ വീണ്ടും അങ്ങയുടെ പാദപീഠത്തെങ്കിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, ഞങ്ങൾക്ക് ഈ നോയമ്പ് സമയങ്ങളിൽ കർത്താവെ നല്ല വചനം ഞങ്ങളെ പഠിപ്പിക്കുന്ന അച്ഛന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവെ, നിന്റെ മകനെ ആത്മാവിൽ നിറച്ച കർത്താവെ, വേണ്ടതായ കൃപ നൽകി കർത്താവെ നന്മയിൽ ഉറപ്പിച്ചു നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കൊച്ചമ്മയ്ക്ക് വേണ്ടിയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന കർത്താവെ, കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ആരോഗ്യത്തെ കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കാലാവസ്ഥയിലൊക്കെ കർത്താവെ ഞങ്ങൾ ജീവിക്കുമ്പോൾ കർത്താവെ, ഈ കാലാവസ്ഥയുടെ ചൂടിൽ നിന്ന് നീ ഓരോരുത്തരെയും
ഓരോരുത്തർക്കും വേണ്ടതായ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സഹിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങനെ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന അവസരങ്ങൾ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിന് പ്രയോജനമുള്ളതാക്കി തീർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ അങ്ങനെ എല്ലാ കാര്യങ്ങളും കർത്താവെ വീണ്ടും അങ്ങയുടെ പാദപീഠത്തെങ്കിൽ തരുന്ന കർത്താവെ. ദൈവമേ, ഞങ്ങളുടെ ആവശ്യങ്ങൾ കർത്താവെ, ഞങ്ങൾ പലപ്പോഴും ഈ ലോകമോഹങ്ങളിലേക്ക് തിരിഞ്ഞു പോകുന്നവരാണ് കർത്താവെ. ഞങ്ങൾ അങ്ങനെയൊന്നും ആകാതെ കർത്താവെ അങ്ങയുടെ മുഖത്തെ നോക്കി ജീവിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ചിന്തകളിലും വിചാരങ്ങളിലും നോട്ടങ്ങളിലും ഒന്നും കർത്താവെ ഞങ്ങൾ പതറിപ്പോകാതെ, ഞങ്ങൾ തെറ്റിലേക്ക് നടക്കാതെ കർത്താവെ അങ്ങയുടെ പാതയിൽ കൂടെ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പ്രാർത്ഥനയുടെ ആത്മാവിനെ തന്നെ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, ഈ രാത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഈ രാത്രിയിൽ ഞങ്ങൾ ഈ വചനം കേട്ട് ഞങ്ങൾ സുഖമായവർക്കെന്തെന്ന് പ്രഭാതം കണ്ട് കർത്താവെ അങ്ങേ സ്തുതിച്ച് ഞങ്ങളുടെ ജോലിയിലേക്ക് കടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങനെ എല്ലാ കാര്യങ്ങളും കർത്താവെ ഒരു പ്രാവശ്യം കൂടെ അങ്ങയുടെ പാദപീഠത്തെങ്കിൽ തന്ന് കർത്താവെ സകല യേശു നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോട് കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ഈ നോമ്പ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടെ ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഈ നോമ്പ് നാളുകളിൽ അതിൻ്റെ ഈ പ്രാർത്ഥനകളിൽ ഒക്കെ പഠിക്കുന്നത് യേശു കർത്താവ് തൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്നതായ, ഫേസ് ചെയ്യേണ്ടി വന്നതായ ടെംപ്റ്റേഷൻസിനെ കുറിച്ചാണ്. നമ്മളുടെയൊക്കെ ജീവിതവും പല സാഹചര്യങ്ങളിലും അത്തരത്തിലുള്ള സമാനമായ പ്രലോഭനങ്ങളിലാണ്. വി ആർ ടെംപ്റ്റഡ് ഫ്രം എവറി സെഗ്മെന്റ്സ് ഓഫ് അവർ ലൈഫ്സ്. പലപ്പോഴും അത്തരത്തിലുള്ള ടെംപ്റ്റേഷൻസ് ആണ് നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. യേശു കർത്താവ് തൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ ആദ്യം നേരിട്ട പ്രലോഭനം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിച്ചത് 3 സുവിശേഷങ്ങളിലും പറയുന്നുണ്ട്. മത്തായി, മർക്കോസ്, ലൂക്കോസ്. പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷവും ലൂക്കോസിന്റെ സുവിശേഷവും അത് വളരെ വിശദമായി, വളരെ എലാബറേറ്റ് ആയിട്ട് പറയുന്നു. മർക്കോസ് അത്രത്തോളം വിശദമായി പറയുന്നില്ല. ആദ്യത്തെ ടെംപ്റ്റേഷൻ, ആദ്യത്തെ പ്രലോഭനം അധ്വാനരഹിതമായ ആഹാരം. യേശു കർത്താവിനെ അതുമായി ബന്ധപ്പെട്ടുള്ള 5 കാര്യങ്ങളാണ് നമ്മൾ ആദ്യ ദിവസങ്ങളിൽ ചിന്തിച്ചത്. ഞാനൊന്ന് സമ്മറൈസ് ചെയ്യുക, കാരണം നമ്മളെല്ലാം മറന്നു പോകുന്നവരാണ്, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. quite often which is not applicable, not useful, we are not practiced, then we may easily forget it. കൊണ്ടൊന്നുകൂടെ സമ്മറൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പൊ ആദ്യത്തെ പ്രലോഭനം എന്ന് പറയുന്നത് യേശു കർത്താവ് ഈ ആത്മാവ് മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ യേശു കർത്താവ് 40 ദിവസം ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഭക്ഷണം കഴിച്ചില്ല. യേശുവിന് വിശന്നു. അപ്പോൾ പിശാച് യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുന്നു, നിന്റെ ചുറ്റുപാടുമുള്ള ഈ കല്ലുകളെല്ലാം നീ അപ്പമാക്ക്, അപ്പൊ നിനക്ക് ആഹരിക്കാമല്ലോ. അപ്പൊ യേശു പറയുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. വളരെ ലളിതമാണ്. there are alternatives. നമ്മൾ കണ്ടെത്തി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾക്ക് ബദലുകളുണ്ട്. Bread is not always the answer for our hunger. അതുകൊണ്ട് അധ്വാനം അത് ആവശ്യമാണ്. നമ്മൾ ചിന്തിച്ചത് 5 കാര്യമായിരുന്നു. അധ്വാനരഹിത ആഹാരത്തിന്റെ പ്രലോഭനത്തിൽ എഫർട്ട്ലെസ് ബ്രെഡ്, ലേബർലെസ് ബ്രെഡ്. ഒന്നാമത് പറഞ്ഞത് ഈ നമ്മുടെയൊക്കെ ജീവിതം ആത്മാവ് നയിക്കണം. We should be led by the Holy Spirit. Our lives should be led by the Holy Spirit. Lent is a time for us to be led by the Holy Spirit.
അതൊരു ഡെലിബറേറ്റ് ആയിട്ടുള്ള ലീഡിങ് ആണ്. ആത്മാവ് നയിക്കുന്നതും പരിശുദ്ധാത്മാവ് നയിക്കുന്നതും ദുരാത്മാവ് നയിക്കുന്നതും നന്മ നയിക്കുന്നതും തിന്മ നയിക്കുന്നതും ഒക്കെ നമ്മൾ തിരിച്ചറിയണം. So we should be very conscious of our life, and we should be so assured of our life that our life is led by the Holy Spirit. രണ്ടാമത് യേശുവിനെ ആത്മാവ് നയിക്കുന്നത് വിജനതയിലേക്കായി. The Spirit led him to the desert place, wilderness. ആൾക്കൂട്ടങ്ങളുടെ കൂടെ ഇരിക്കാനാണ് നമുക്ക് താല്പര്യം. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഒറ്റയ്ക്കിരിക്കാനും ചില കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്കിരുന്ന് ചിന്തിച്ച് പ്രാർത്ഥിക്കാനും ഒക്കെ നമുക്ക് കഴിയണം. നമ്മുടെ ലൈഫ് സ്പിരിച്വാലിറ്റി ഒരു കമ്മ്യൂണൽ സ്പിരിച്വാലിറ്റിയാണ്, കോർപ്പറേറ്റ് സ്പിരിച്വാലിറ്റിയാണ്. പക്ഷെ ഒറ്റയ്ക്കിരിക്കാൻ ഭയപ്പെടരുത്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ തെറ്റിലേക്ക് വീഴാൻ ഉള്ള സാധ്യത കൂടുതലാണെന്ന് പറയാറുണ്ട്. അതങ്ങനെയൊന്നുമില്ല. ഒറ്റയ്ക്കിരിക്കുമ്പോഴും വീഴാം, കൂട്ടുകൂടിയിരിക്കുമ്പോഴും വീഴാം. ഇന്നത്തെ ലോകത്ത് കൂട്ടാണ് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. സോ we may need to celebrate times of solitude. മൂന്നാമത് നമ്മൾ പറഞ്ഞത്, മർക്കോസിന്റെ സുവിശേഷം പറയുന്നത്, യേശു കർത്താവ് കാട്ടുമൃഗങ്ങളോടൊപ്പമായിരുന്നു, പക്ഷെ ദൈവത്തിന്റെ ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു. Lent is a time to experience the paradoxes of our lives. അല്ലെ, നമ്മൾ ചെയ്യേണ്ട കാര്യവും നമ്മൾ ചെയ്യുന്ന കാര്യവും തമ്മിലുള്ള ഒരു സംഘർഷമുണ്ട്. അല്ലെ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ചെയ്യരുതാത്ത കാര്യങ്ങളെ ചെയ്യുന്നു. ആ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. സോ at the same time we are facing the tough time, but at the same time the presence of God is comforting us, strengthening us. ക്രൂരമൃഗങ്ങളോടൊപ്പം ആയിരിക്കുമ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളെ ശക്തീകരിക്കുന്നു. ഈ ഒരു പാരഡോക്സ് ഉണ്ട് ലൈഫ്. ഒരുപക്ഷെ വലിയ പ്രതിസന്ധികൾ നേരിടുന്ന ഇടത്തിലാണ് നമ്മൾ ഏറ്റവും വലിയ ദൈവകൃപ അനുഭവിക്കുന്നത്. നാലാമത് നമ്മൾ പറഞ്ഞത്, ഇതൊരു പോരാട്ടമാണ്. യേശു കല്ലപ്പമാക്കിയോ എന്നുള്ളത് നമുക്കറിയത്തില്ല. അപ്പൊ യേശു കർത്താവ് വിശപ്പിന് എന്ത് ചെയ്തു എന്ന് അവിടെ സുവിശേഷകാരന്മാർ പറയുന്നില്ല. നമുക്ക് പിന്നീട് വായിക്കുമ്പോൾ യേശു 5 അപ്പം 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നു. ഇറ്റ് ഈസ് പോസിബിൾ ഫോർ ഹിം, ഹി കുഡ് ഡു ദ മിറക്കിൾ. എന്നാൽ യേശു നമ്മളോട് പറയുന്നത്, ലൈഫ് ഈസ് എ കണ്ടിന്യൂവേഷൻ ഓഫ് സ്ട്രഗിൾ. നമ്മുടെ പോരാട്ടം ഒരിക്കലും അവസാനിക്കുന്നില്ല. വി നീഡ് ടു കോൺസ്റ്റന്റ്ലി സ്ട്രഗിൾ അഗൈൻസ്റ്റ് ദി ഫോഴ്സസ് ഓഫ് ടെംപ്ടേഷൻസ്. യേശു കർത്താവിന്റെ ജീവിതത്തിലുടനീളം ആ ഒരു വലിയ പോരാട്ടം, സ്ട്രഗിൾ ഉണ്ടായി. അഞ്ചാമത് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്, ഈ ഒരു പോരാട്ടങ്ങളിലൂടെയൊക്കെ എന്താണ് സംഭവിക്കുന്നത്? വി സീ എ ന്യൂ ഹ്യൂമൻ ബീയിങ് ഈസ് എമർജിങ് ഔട്ട് ഓഫ് ദിസ് ടെംപ്ടേഷൻസ്. നമ്മൾ പ്രയാസങ്ങളിലൂടെയും പ്രതികൂലങ്ങളിലൂടെയുമാണ് നമ്മൾ നല്ല മനുഷ്യരാകുന്നത്. പ്രതിസന്ധികളിൽ നമ്മൾ എങ്ങനെ നിൽക്കുന്നു, അതാണ് നമ്മുടെ നന്മയെ തീരുമാനിക്കുന്നത്. എ ന്യൂ ഹ്യൂമാനിറ്റി ഈസ് എമർജിങ് ഔട്ട് ഓഫ് the temptations, the conflicts. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ വരുമ്പോഴാണ് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് നല്ലവരാകുന്നത്. പണവും പദവിയൊക്കെ വന്നാൽ നമ്മൾ നല്ലതാവുമോ ചീത്തയാവുമോ എന്ന് നമുക്ക് അറിയത്തില്ല. quite often ചിലര് ആ ഒരു some people they maintain that integrity of being all good all the time. അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ ഇംഗ്ലീഷിൽ, God is good all the time. നമ്മളാരും ദൈവമല്ലല്ലോ. എപ്പോഴും ഒരേപോലെ നല്ലവരായിരിക്കാൻ നമ്മൾ ദൈവമല്ല. നമ്മൾ അതുകൊണ്ടാണ് അങ്ങനെയുള്ള പാട്ട് കണ്ടുപിടിക്കുന്നത്. ഗോഡ് ഈസ് ഗുഡ് ഓൾ ദ ടൈം, ബട്ട് വി ആർ ബാഡ് ഓൾ ദ ടൈം, ഓർ വി ആർ ഗുഡ് ഒക്കേഷണലി, വൺസ് ഇൻ എ വൈൽ. എനിവേ, സോ അതുകൊണ്ട് പുതിയൊരു മനുഷ്യൻ പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ നമ്മൾ നല്ല മനുഷ്യരാകും. കാരണം അപ്പം നമുക്ക് മറ്റുള്ളവരുടെ മൂല്യവും മറ്റുള്ളവരുടെ പ്രയാസങ്ങളും ഒക്കെ കുറച്ചുകൂടെ മനസ്സിലാകും. 5 കാര്യമാണ് ഈ ആദ്യ പ്രലോഭനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചത്. രണ്ടാമത്തെ പ്രലോഭനം നമ്മൾ വായിച്ച് കേൾക്കുന്നത് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തില്.
അതിന്റെ 5, 6, 7 വാക്യങ്ങളാണ്. 5, 6, 7 വാക്യങ്ങൾ. പിന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവത്തിന്റെ പുത്രനെങ്കിൽ താഴോട്ട് ചാടുക. നിന്നെ കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതാണ് യേശു കർത്താവ് നേരിട്ട രണ്ടാമത്തെ പ്രലോഭനം. അതെന്താണ്? പോപ്പുലാരിറ്റിയാണ്. അത്ഭുത പ്രവൃത്തിയിലൂടെയുള്ള, അസാധാരണ കർമ്മങ്ങളിലൂടെയുള്ള പ്രസിദ്ധി. അല്ലെ, നമ്മൾ പോപ്പുലാരിറ്റിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വി ഷുഡ് ഡു സംതിങ് ഡിഫറെന്റ്, വി ഷുഡ് ഡു സംതിങ് അൺയൂഷ്വൽ ടു ബി പോപ്പുലർ ഇൻ അവർ വേൾഡ്. യേശു കർത്താവിന്റെ മുമ്പിൽ പിശാച് വെക്കുന്ന രണ്ടാമത്തെ പ്രലോഭനം അതാണ്. നിനക്ക് ഇതിങ്ങനെ ചെയ്താൽ പിന്നെ നീ കഷ്ടപ്പെടേണ്ട കാര്യമില്ല. വി വിൽ കം ടു ദാറ്റ് ലേറ്റർ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച 2 ചിന്തകൾ പങ്കുവെച്ചു. അതും കൂടെ ഞാനൊന്ന് ബ്രീഫ് ചെയ്യാം. ഒന്നാമത് നമ്മൾ പറഞ്ഞത്, എല്ലാ പ്രലോഭനങ്ങളും ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ്, അതാ പറയുന്നത്. നീ ദൈവത്തിന്റെ പുത്രനെങ്കിൽ ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ്. സി, നമ്മുടെ വ്യക്തിത്വത്തിനെതിരെ, ആളത്വത്തിനെതിരെ, ഐഡന്റിറ്റിക്കെതിരെയാണ് എല്ലാ പ്രലോഭനങ്ങളും. സി, നമ്മുടെ ജീവിതത്തിൽ വരുന്ന വീഴ്ചകൾ നമ്മുടെ ഐഡന്റിറ്റിയെ ബാധിക്കും. മറന്നുപോകരുത്, അല്ലേ? സിൻ ഇംപാക്ട്സ് അവർ സെൽഫ്. നമ്മുടെ സ്വത്വത്തെ അത് ബാധിക്കും. നമ്മൾ പാപത്തിൽ വീണു പോകുന്ന ഓരോ നിമിഷവും നമ്മളല്ലാതായി മാറും. അതൊരു കുടുംബജീവിതത്തിൽ വരുന്ന വീഴ്ചയാണോ? നമുക്ക് ആ കുടുംബത്തിലുള്ള സ്ഥാനം പോവും, അല്ലേ? അത് ഭർത്താവിന് വന്നാലും, മക്കൾക്ക് വന്നാലും, ഭാര്യയ്ക്ക് വന്നാലും ആ സ്ഥാനത്തിനാണ് ഇടിവ് സംഭവിക്കുന്നത്, അല്ലേ? അപ്പോ ഇവിടെ പിശാച് പറഞ്ഞു, ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ്. സി, ടെംപ്റ്റേഷൻസ് ആർ ഓൾവേസ് intended to attack our identities. നമ്മുടെ ആളത്വത്തെ ഇടിച്ചു കളയും, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ വില ഇല്ലാതാക്കി കളയും, നമ്മുടെ അക്സെപ്റ്റൻസ് ഇല്ലാതാക്കും. അതുകൊണ്ട് we should not fall into instantaneous emotional shortcomings. അത് വളരെ അപകടകരമാണ്. ഇഫ് ആർ ദ സൺ ഓഫ് ഗോഡ്. ഒന്നാമത് നമ്മൾ ചിന്തിച്ചത് അതാണ്, നമ്മുടെ പ്രലോഭനങ്ങൾ. രണ്ടാമത് എന്താണ് പറയുന്നത്? ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ്, നീ ദൈവത്തിന്റെ പുത്രനാണ്, അല്ലെ? എന്റെ പ്രോബ്ലം അതാണ്. നീ ആരാണെന്നുള്ളതാണ് എന്റെ പ്രോബ്ലം. അതുകൊണ്ട് അവൻ പറയുന്നത്, ഐ വോണ്ട് ടു ബ്രേക്ക് യുവർ റിലേഷൻഷിപ്പ്. സി, ടെംപ്റ്റേഷൻ ഈസ് ഇന്റൻഡഡ് ടു ബ്രേക്ക് റിലേഷൻഷിപ്സ്. ഐ വോണ്ട് ടു പ്രൂവ് ദാറ്റ് യു ആർ നോട്ട് സൺ ഓഫ് ഗോഡ്. നീ ദൈവത്തിന്റെ പുത്രനാണെന്ന് എനിക്ക് തെളിയിക്കണം. സി, ബന്ധങ്ങളുടെ തകർച്ചയാണ് നമ്മൾ പലപ്പോഴും, അല്ലേ? സി, എവറി സിൻ ഹാസ് ഇറ്റ്സ് കോൺസിക്വൻസസ്. അവർ ചോയ്സ് ഹാസ് ഡെഫിനറ്റ് കോൺസിക്വൻസസ്. നമ്മുടെ തിരഞ്ഞെടുപ്പുകൾക്ക് കോൺസിക്വൻസസ് ഉണ്ട്, മറന്നു പോകല്ലേ. അതാണ് രണ്ടാമത് പറയുന്നത്. എന്താണ്? ഇറ്റ് ഈസ് അഗൈൻസ്റ്റ് the intention of temptation is to destruct relationships. അങ്ങനെ ബന്ധങ്ങളെ തല്ലിപ്പൊളിക്കുന്ന കുറെ പിശാചുക്കളുണ്ട്, എല്ലായിടത്തും ഉണ്ട് കേട്ടോ. they won't value relationship. അതിപ്പം വ്യക്തികൾ മാത്രമല്ല, പല സംഭവങ്ങളും അങ്ങനെയാണ്. പല ടെക്നോളജികൾ, പല ഇൻവെൻഷൻസ്, പല സൗകര്യങ്ങൾ, ഇറ്റ് വിൽ ബ്രേക്ക് ദ റിലേഷൻഷിപ്സ്. മൂന്നാമത്തെ ചിന്ത, എവിടെയാണ് ഈ യേശുവിനെ ഇവർ കൊണ്ടുപോകുന്നതെന്ന് അറിയാമോ? പിശാച് കൊണ്ടുപോകുന്നത്, മത്തായി പറയുന്നത്, ദേവാലയത്തിന്റെ അഗ്രത്തിൽ നിർത്തി എന്നാ പറയുന്നത്. Satan has taken Jesus to the pinnacle of the temple or the highest parapet of the temple.
അല്ലേ? വിശുദ്ധ നഗരത്തിൽ യെരുശലേമിൽ വിശുദ്ധ ദേവാലയം, അങ്ങനെയാണല്ലോ പറയുന്നത്. ജെറുസലേം ഈസ് എ ഹോളി സിറ്റി ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ദി ഹോളി ടെമ്പിൾ, അല്ലെ? വിശുദ്ധ നഗരം, വിശുദ്ധ ദേവാലയം ഉള്ളത് കൊണ്ട് അത് വിശുദ്ധ നഗരം എന്നാ പറയുന്നത്, അല്ലെ? പക്ഷെ നമുക്കറിയാം, ഇൻ ജീസസ് ടൈം ഇറ്റ് വാസ് നോട്ട് ആസ് ഹോളി ആസ് ഇറ്റ് മെന്റ് ടു ബി. അത് വിശുദ്ധമായി ആയിരിക്കേണ്ടതുപോലെ വിശുദ്ധമല്ല. നമ്മളൊക്കെ ചിന്തിക്കണം, ഈ ദേവാലയങ്ങൾ എന്നൊക്കെ പറഞ്ഞ ഒന്നും അത്ര വിശുദ്ധമൊന്നുമല്ല, അത്ര വിശുദ്ധമൊന്നുമല്ല. എല്ലാ കാര്യങ്ങളും വിശുദ്ധമല്ല. അപ്പൊ വിശുദ്ധ സ്ഥലത്തും ചതിക്കുഴികളൊക്കെ ഉണ്ട് കേട്ടോ. ദ ട്രച്ചറീസ് ഓഫ് ഹോളി പ്ലേസസ്. എന്തിനായിരിക്കും ഈ പിശാച് യേശുവിനെ ഈ ദേവാലയത്തിന്റെ മേളിൽ കൊണ്ടുപോകുന്നത്? ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നത് ഒരു ഉയർന്ന മലയുടെ മുകളിൽ കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നുണ്ട്. ഹോളി പ്ലേസസ് എന്താണ് നമ്മളോട് അത് പറയുന്നത്? ദർ ആർ ഡേഞ്ചേഴ്സ്. യേശു കർത്താവ് പിന്നീട് അത് തന്റെ ശുശ്രൂഷാ വേളയിലൊക്കെ കാണിക്കുന്നുണ്ട്. ഈ ദേവാലയത്തിന്റെ, സിനഗോഗിന്റെ ഒക്കെ ട്രച്ചറികൾ, കപടതകൾ, അപകടങ്ങൾ, അർത്ഥശൂന്യതകൾ, അല്ലെ, മനസാക്ഷിയില്ലായ്മകളൊക്കെ യേശു പിന്നീട് വെളിപ്പെടുത്തുന്നുണ്ട്. കാരണം ദേവാലയങ്ങളൊക്കെ പിശാചിന് ഹോൾഡ് ഉള്ള സ്ഥലമായി എന്നുള്ളതാണ്. ദൈവത്തെ ആരാധിക്കാനുള്ള ഇടങ്ങളൊക്കെ ഇപ്പോ ഈവിളിന്റെ കൺട്രോളിലാണ്. ഹോളി പ്ലേസസ് ആർ ഹൈലി പ്രൊഫൈൻഡ്. വളരെ 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 മാലിന്യങ്ങളാണ്, ചതികളാണ്, വഞ്ചനകളാണ്. ഞാനുമൊക്കെ ആ സിസ്റ്റത്തിന്റെ ഒരു ഭാഗമാണ്. ഇത് ഈ യേശു കർത്താവിനെ ഈ പിശാച് കൊണ്ടുപോകുന്ന ദേവാലയത്തെ കുറിച്ച് പറയുന്നത് ഹെരോദാവിന്റെ ദേവാലയം. ഇറ്റ് ഈസ് നോട്ട് ദ ടെമ്പിൾ ദാറ്റ് സോളമൻ കൺസ്ട്രക്റ്റഡ്. 580-കളിൽ BC സോളമൻ പണിഞ്ഞ ദേവാലയമല്ല, പിന്നീട് പൊളിച്ചു കളഞ്ഞിട്ട് നെഹമ്യാവിന്റെ കാലത്ത് റീബിൽഡ് ചെയ്ത ദേവാലയം അല്ല. ഇത് ഹെരോദാവ് പണിഞ്ഞ ദേവാലയമാണ്. BC 30-കളിലാണ് ഹെരോദ രാജാവ് യഹൂദയുടെ നാട്ടുവാഴിയായിരുന്നപ്പോൾ, ഒരു ക്ലയന്റ് കിങ് ആയ സമയത്ത് ഹെരോദാവിന്റെ ഒരു ഡെവലപ്മെന്റൽ പ്രോജക്റ്റ് ആയിരുന്നു ദേവാലയ നിർമ്മിതി. ഹെരോദാവിനും ദേവാലയം ആവശ്യമുണ്ടെന്നാ. അല്ല, എനിക്ക് തോന്നുന്നു ഇന്ന് ദേവാലയങ്ങളും അമ്പലങ്ങളും ആരാധനാലയങ്ങളും ഒക്കെ ദൈവത്തിന് ആവശ്യമുള്ളതിനേക്കാൾ ആവശ്യം ഹെരോദാവിനൊക്കെയാണ്. A temple taken over by evils. A church is hijacked by the politics, the empire. അല്ലെ, അങ്ങനെ വേണം പറയാം. ഇന്നിപ്പോ നമ്മുടെ ഇന്നത്തെ കാലത്ത് ഇന്നെല്ലാം സഭയൊക്കെ ആരുടെയൊക്കെയോ പോക്കറ്റില. അധികാരത്തിന്റെയും പണത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും ബിസിനസിന്റെയും ഒക്കെ കയ്യിലാ സഭ. മനസാക്ഷിയുള്ളവർക്കൊന്നും നിൽക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് സഭ. പറയുന്നതിൽ വിഷമമുണ്ട്. ആ ഒരു സഭയുടെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ സ്വയവിമർശനപരമായി പറയുന്നതിൽ സങ്കടമുണ്ട്. The treacheries of holy place. ഈ നമ്മുടെ ഉയർന്ന സ്ഥലങ്ങൾ, when we grow, we are prone to fall. അല്ലെ, high places are prone to fault. ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് വീഴ്ച വരാൻ വലിയ സാധ്യതയുണ്ട്. പിനക്കിൾസ് ആർ ഓൾവേസ് സ്ലിപ്പറി എന്ന് പറയും. നമ്മൾ ഈ പള്ളിയുടെ മേളിൽ കയറിയാൽ അറിയാം, മഴ പെയ്ത് അത് കരിമ്പായൽ പിടിച്ച് സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ തന്നെ താഴെ വീഴും. ഉയരത്തിൽ നിന്ന് വീണാ വീഴ്ച വലിയ അപകടകരമായിരിക്കും. പിനക്കിൾസ് ആർ സ്ലിപ്പറി. നമ്മൾ ഈ ജീവിതത്തിൽ വളരുമ്പോൾ, ഉയരുമ്പോൾ സൂക്ഷിക്കണം. വി ആർ അസെൻഡിങ് ടുവേർഡ്സ് സ്ലിപ്പറി സ്പേസസ്. വീഴാനുള്ള സാധ്യതയുണ്ട്. യേശു കർത്താവ് നമ്മളോട് പറയുന്നത് അതാണ്. ഈ പ്രലോഭനം നമ്മളോട് പറയുന്നത് അതാണ്. യു ആർ നോട്ട് ഈവൻ ഫ്രീ ഫ്രം ടെംപ്റ്റേഷൻസ് ഇൻ ദ ഹോളി പ്ലേസസ്. പള്ളിയിൽ വരുന്നു, ആരാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് കൊണ്ട്
പറയുന്നത് കൊണ്ട് അവിടെ അപകടങ്ങളൊന്നും ഇല്ലാന്ന് അർത്ഥമില്ല. ആത്മീയരെന്ന് അവകാശപ്പെടുന്നവരൊക്കെ പെർഫെക്റ്റ് ആണ് എന്നർത്ഥമില്ല. സ്പിരിച്വൽ പീപ്പിൾ ക്യാൻ ഓൾസോ ബി കൺട്രോൾഡ് ബൈ ദ ഈവിൾ. Spiritual places can be under the control of evil, Satan. ഭയം തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ട്. വലിയ മനുഷ്യരൊക്കെ വീണു. നോഹ ഒരു തലമുറയിൽ മുഴുവൻ നീതിമാനായ മനുഷ്യനാണ്. How was his end? He had a terrific fall at the end of his life. He failed to sustain the integrity of his spiritual life. വളർന്നപ്പോ, അവൻ തോട്ടത്തിന്റെ ഉടമസ്ഥനായപ്പോ, സമ്പത്ത് വന്നപ്പോ, he could not hold on to himself. തന്നെ നിലനിർത്താൻ അവന് കഴിഞ്ഞില്ല. ദാവീദ് തന്റെ ശത്രുവായ തന്നെ കൊല്ലാൻ നടന്ന ശൗലിനെ കൊല്ലാൻ കയ്യിൽ കിട്ടിയിട്ടും അവനോട് കരുണ കാണിച്ച് അവനെ വിട്ടയച്ച ദാവീദ് രാജാവായപ്പോ ഒരു പെണ്ണിനു വേണ്ടി അവളുടെ ഭർത്താവിനെ ചതിച്ചു കൊന്നു. He could not hold on to himself till his end. മറക്കല്ലേ മക്കളെ, എന്നോടും കൂടെ പറയുക, ഒരുപാട് അഹങ്കരിക്കാനൊന്നുമില്ല ഒരു മനുഷ്യനും. ചില മനുഷ്യരൊക്കെ അങ്ങ് ചെന്ന് കേട്ടാൽ അവരെ തന്നെ പൊക്കി അങ്ങ് മേളിൽ കൊണ്ടുവെക്കും, ഉറിയെ കയറ്റി വെക്കും. എന്നിട്ട് ആ ഉറിയിൽ ഇതിങ്ങനെ ആടും. ഞങ്ങളങ്ങ് വലിയ ആൾക്കാരാണ്. എപ്പോ ഉറി പൊട്ടി താഴെ വീഴുമെന്ന് അറിയില്ല, മറക്കില്ല കേട്ടോ. അതുകൊണ്ട് ഒരുപാട് ഉറിയിൽ കയറാതിരിക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ പറയും. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, പണ്ടൊക്കെ ഈ പാലും തൈരും വെണ്ണയും ഒക്കെ ഇങ്ങനെ പൂച്ചയും അങ്ങനെ ഒന്നും കയറാതിരിക്കാൻ വേണ്ടി നമ്മുടെ പഴയ വീടുകളിൽ ഇങ്ങനെ മൺകലങ്ങളിലാക്കി വെക്കും അല്ലേ? ഓർമ്മയുണ്ടല്ലോ ആ പഴയ സങ്കല്പങ്ങൾ. അതിനാണ് ഉറി ഉയരത്തിലുള്ള സ്ഥലം. അടുക്കളയിൽ ഏറ്റവും ഉയർന്ന സ്ഥലം അതാണ്, ഏറ്റവും നല്ല സാധനങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലം. നമ്മളൊക്കെ നല്ലതാ ഉയരുന്നത്, വളരുന്നതും നല്ലതാ, വളരണം. പക്ഷെ നമ്മുടെ വളർച്ചകൾ നമ്മളെ അഴുക്കാക്കരുത്. കാരണം ഉയർന്ന സ്ഥലങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള അപകടങ്ങളുണ്ട്. ഉയർന്ന ഇടങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള അപകടങ്ങളുണ്ട്. നമ്മുടെ ആത്മീയ നേതാക്കന്മാർക്കും പറ്റുന്നത് അതാണ്, രാഷ്ട്രീയക്കാർക്കും പറ്റുന്നതാണ്, വലിയ കമ്പനികളുടെ വലിയ ആളുകൾക്കും പറ്റുന്നതാണ്. ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ സ്ലിപ്പറിനെസ്. വഴിക്കലുകളുണ്ട്. നമ്മൾ സൂക്ഷിക്കണം നടക്കുമ്പോൾ. വലിയ ആൾക്കാർ പ്രത്യേകം സൂക്ഷിക്കണം. നിലത്തൂടെ നടക്കുന്നവർക്ക് വലിയ കുഴപ്പമില്ല, ഉയരങ്ങളിലൂടെ നടക്കുന്നവർ പ്രത്യേകം സൂക്ഷിക്കണം. The treacheries of holy places. പള്ളിയാണ്, ആരാധനയാണ്, വിശ്വാസമാണ്, ആത്മീയതയാണ്, വിശ്വാസിയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. All the places are being hijacked by evil. തിന്മ കൈയടക്കിയ സ്ഥലങ്ങളിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ, ഏത് വിശ്വാസി സഞ്ചരിക്കുമ്പോഴും സൂക്ഷിച്ച് സഞ്ചരിക്കണം. നമ്മൾ ഓരോ കാൽച്ചുവട് വയ്ക്കുമ്പോഴും തിരിച്ചറിവോടുകൂടെ മുൻപോട്ട് ജീവിക്കണം. എപ്പോൾ വേണമെങ്കിലും നമുക്ക് വീഴ്ച വരാം. കാരണം ഓരോ ഉയർന്ന സ്ഥലങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള അപകടങ്ങളുണ്ട്. നമ്മളെ വീഴ്ത്തും, നമ്മളെ തകർക്കും, നമ്മളെ ഇല്ലാതാക്കും, നമ്മളല്ലാതാക്കരുത്. ഹോൾഡ് ഓൺ ടു ourselves. എത്ര ഉയർന്നാലും നമ്മളായിരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഞാൻ എൻ്റെ ഇന്നത്തെ പഠനം അവസാനിപ്പിക്കുക. നമ്മൾ ആരായിരുന്നാലും, എത്ര വലിയ ഉയർച്ചകളുടെ നമ്മുടെ ജീവിതത്തിൽ വന്നാലും, എത്ര വലിയ മനുഷ്യന്മാരായിരുന്നാലും ഉണ്ടല്ലോ, സൂക്ഷിക്കണം. അത് തെന്നിപ്പോകാൻ സാധ്യതയുണ്ട്. തെന്നലുകൾ വരും. And if you slip, you will fall. And if you fall from high places, and you will be wounded, and the danger will be greater. മറന്നുപോകരുത്. നമുക്ക് പ്രാർത്ഥിക്കാം.
ദൈവമായ കർത്താവേ, ഞങ്ങളൊക്കെ ജീവിക്കുന്ന സാഹചര്യങ്ങൾ വളരെ അപകടം പിടിച്ചതാണ്. എപ്പോഴും വഴുവഴുക്കുള്ളതാണ്. എപ്പോൾ വീഴും, ഞങ്ങൾ എങ്ങോട്ടേക്ക് നിപതിക്കും എന്നറിയില്ല. ഞങ്ങളുടെ ഓരോ ചുവടിലും കർത്താവേ, നിന്റെ കരമുണ്ടാകണമേ. ഞങ്ങളെ അവിടുന്ന് മുൻപോട്ട് നടത്തണമേ. ഞങ്ങളോ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ എത്ര ഉയർന്നാലും എത്ര വലിയവരായാലും കർത്താവേ, അവർ ആത്മാർത്ഥതയോടെ, സത്യസന്ധതയോടെ, വിശുദ്ധിയോടുകൂടെ ജീവിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ ദേവാലയങ്ങൾ, സഭ മത്സരത്തിൻ്റെ, അഹങ്കാരത്തിൻ്റെ, താൻപോരിമയുടെ ഒന്നും ഇടമാകരുത്. കർത്താവേ, ഞങ്ങളൊക്കെ വിനയത്തോടെ ഞങ്ങളുടെ ശുശ്രൂഷകളൊക്കെ നിർവഹിച്ച് ഈ ജീവിതത്തിൽ മുൻപോട്ട് നീങ്ങുവാൻ സഹായിക്കും. കർത്താവേ, വീഴാതെ നീ ഞങ്ങളെ സൂക്ഷിക്കണം. നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിപ്പീൻ എന്ന് പറയുന്നല്ലോ പൗലോസ്. കർത്താവെ, ഞങ്ങളാരും ഞങ്ങളുടെ ജീവിതത്തിൽ വീണു പോകരുത്. ഒന്നും ഞങ്ങളെ വീഴ്ത്തരുത്. പണവും സ്വാധീനങ്ങളും പ്രശസ്തിയും ആഡംബരങ്ങളും ലക്ഷറികളൊന്നും കർത്താവെ ഞങ്ങളെ തകർത്ത് കളയരുത്. ഞങ്ങളുടെ തലമുറകളെ തകർക്കരുത്. കർത്താവെ, നീതിയോടെ, സത്യസന്ധതയോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഇന്നത്തെ കൂട്ടായ്മയിൽ ലഭിച്ച ദൈവകൃപകൾക്കായിട്ടും സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്വർഗസ്ഥനായ പിതാവേ, നാമം പരിശുദ്ധമാക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകട്ടെ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നു, കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കാതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശു മശിഹായുടെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മെല്ലാവരോടും, നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും, വിട്ടുപോയ വിഷയങ്ങളോടും, നമ്മുടെ എല്ലാ ജീവിത ആവശ്യങ്ങളോടും എപ്പോഴും വസിക്കുമാറാകട്ടെ. ആമേൻ. ഇന്നത്തെ പ്രാർത്ഥനയിൽ പങ്കെടുത്ത നിങ്ങൾ എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് പാട്ടുകൾക്ക് നേതൃത്വം നൽകിയ അനു, സുജിത്ത് ആൻഡ് ഫാമിലി, സങ്കീർത്തനം വായിച്ച സബിത, മിഥുൻ, മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമ്മളെ നയിച്ച ഷേർലി ആൻറ്റി എന്നിവരോടുള്ള പ്രത്യേക നന്ദി വ്യക്തിപരമായും സഭയുടെ പേരിലും അറിയിക്കുന്നു. പങ്കെടുത്ത നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്.